എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ആം, വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു സംവാദം നടന്നു. അത് പ്രശസ്ത ബ്രദറൻ വേദ ചിന്തകനായ അജി പോളും യേശുനാമ കൾട്ട് പെന്തക്കോസ്ത് പ്രതിനിധിയായ സെബാസ്റ്റ്യൻ പുന്നക്കലും തമ്മിലാണ് ആ സംവാദം നടന്നത്. അല്ലാഹു എന്ന അറബി പദത്തെ സംബന്ധിച്ചായിരുന്നു ആ സംവാദം. അപ്പൊ സംവാദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അതിനെ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോഴും എത്ര മാത്രം വലിയ തെറ്റിദ്ധാരണയിലാണ് ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതിൻ്റെ ഒരു റൂട്ട് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷയായിട്ട് കൊട്ടാരക്കര സ്വദേശിയായ ടിനു ജോർജ്, അദ്ദേഹം വലിയ വിവാദത്തിലായിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ ഈ സാമൂഹിക മാധ്യമം അല്ലെങ്കിൽ ആധുനിക മലയാള ഭാഷ അനുസരിച്ച് എയറിൽ പോയി എന്നൊക്കെ പറയും. ഇപ്പൊ അദ്ദേഹം സ്പേസിൽ പോയി സുനിത വില്യംസിനെ വരെ കണ്ട് കുശലാന്വേഷണം നടത്തി ഇപ്പൊ ഏറെക്കുറെ താഴോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാപ്പപേക്ഷയാണ് മലയാളി പൊതുസമൂഹം, അതായത് ക്രിസ്തീയ ലോകമല്ല, സെക്കുലർ ലോകം മുഴുവൻ ആഘോഷിച്ച ഒരു ക്ലിപ്പായിരുന്നു. യേശുക്രിസ്തുവിന്റെ ശബ്ദ സന്ദേശം അദ്ദേഹം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് തൻ്റെ വിഡ്ഢികളായ അനുയായികളെ കേൾപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു. ഇപ്പൊ അദ്ദേഹം അതിനൊരു ന്യായീകരണം കൊടുത്തുകൊണ്ട് വരികയാണ്. ആ ന്യായീകരണത്തിൽ നമ്മൾ കേട്ടാണ് ന്യായീകരണത്തിൽ അദ്ദേഹം പറയുന്നത് യേശു തൻ്റെ മുറിയിൽ വന്നു. നമുക്ക് ആർക്കും അതിൽ തർക്കമില്ല. യേശുവിന് എവിടെ വേണമെങ്കിലും പോകാനുള്ള പാസ്പോർട്ട്, ലൈസൻസ്, വീസ, NOC ഇതെല്ലാം ഉള്ള ആളാണ്. അപ്പൊ യേശു അങ്ങനെ ഇദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. അപ്പൊ ഇദ്ദേഹത്തോട് യേശു പറഞ്ഞൊരു ദൂത് കൊടുത്തു, ഒരു വചനം. അപ്പൊ നമ്മൾ പറയും ഇപ്പൊ യേശു ഒക്കെ വചനം കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ വളരെ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഒരു സംവിധായകൻ, ഇപ്പൊ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു സംവിധായകന്റെ, അമൽ നീരദിന്റെയോ അല്ലെങ്കിൽ മലയാളത്തിൽ ആരുടെയെങ്കിലും ഒരു പുതിയ സിനിമ ഇറങ്ങുകയാണ്. അപ്പൊ പുതുമയുള്ള അല്ലെങ്കിൽ ഒരാളുടെ നോവല് ഇറങ്ങുന്നു, ഒരു പുതിയ നോവൽ ഇറങ്ങുന്നു ഒരു കഥാകാരന്റെ. അപ്പൊ ഇന്ന് വരെ ഇറങ്ങാത്ത ഒരു സംഭവമാണ്, പുതുമയുള്ളതാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു നേരിട്ട് ഈ ടിനു ജോർജിന്റെ മുറിയിൽ വന്നിട്ട് ടിനു ജോർജിനോട് സംസാരിക്കുകയാണ്, ഒരു ദൂത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വളരെ ആകാംക്ഷയാണ് യേശു എന്തായിരിക്കും പറഞ്ഞത്, യേശുവിന് എന്താണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മാറിയ ലോക സാഹചര്യത്തിൽ യേശുവിന്റെ ഒരു വചനം കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ പോലെ, COVID-19 പോലെ വലിയൊരു പാൻഡമിക് പീരീഡിലൂടെയൊക്കെ ലോകം കടന്നുപോയി, അതിനിപ്പുറത്തേക്ക് വന്നു. ഇപ്പോൾ AI സാങ്കേതിക വിദ്യയുടെ വലിയ വ്യാപനം ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് അനിശ്ചിതത്വമാണുള്ളത്, ആശങ്കകളും പല ആളുകൾക്കും ഉണ്ട്. അപ്പൊ തികച്ചും അജ്ഞാതമായ ഒരു ഭാവി കാലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് യേശു എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോ യേശു വന്നിട്ട് ഈ ടിനുവിനോട് പറയാണ്, മകനെ ടിനു. അപ്പൊ എന്തോ കർത്താവേ. അപ്പൊ കർത്താവിന് സ്വന്തമായിട്ടൊന്നും പറയില്ല. കർത്താവ് പറയാണ് എന്ത്, ലെറ്റ് us turn to Proverbs chapter. അപ്പൊ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഏത് 300 ഭാര്യമാരെയും 700 വെപ്പാട്ടുകാരെയും വെച്ച് ലോകത്ത് ജീവിച്ച് എല്ലാം മായയാണെന്ന് പറഞ്ഞിട്ട് പോയ ശലോമോൻ എഴുതി വെച്ച ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചിട്ടാണ് യേശു ടിനുവിനോട് പറയുന്നത്. ടിനുവിനോട് യേശുവിനൊന്നും പറയാനില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമാണ്. അപ്പൊ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ടൊന്നും സംസാരിക്കാനില്ല ബൈബിളിൽ നിന്ന്, അതായത് പഴയ നിയമത്തിൽ നിന്ന്. എന്നാൽ തന്റെ അപ്പോസ്തലന്മാരായ പത്രോസ് ശ്ലീഹായോ പൗലോസ് ശ്ലീഹായോ യോഹന്നാൻ ശ്ലീഹായോ എഴുതിയ പുതിയ നിയമമുണ്ട്, അതിൽ നിന്ന് യേശു എടുക്കുന്നില്ല. യേശു സദൃശവാക്യം എടുത്തു കൊടുത്തുന്നു. ഇതാണ് യേശു കൊടുത്ത വചനം. കാരണം ഈ പുസ്തകത്തിനപ്പുറത്തേക്ക് പോകാൻ പരമ്പരാഗതമായി മതത്തിന്റെ തടവറയിൽ കിടക്കുന്നവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ മതത്തിന്റെ തടവറ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മതത്തിന്റെ തടവറ അക്ഷരങ്ങളുടെ തടവറയാണ്. അക്ഷരങ്ങളുടെ തടവറയിൽ, പുസ്തകത്തിന്റെ തടവറയിൽ, പുസ്തകത്തിന്റെ പുറങ്ങളിൽ ബന്ധിക്കപ്പെട്ടു. ഇവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ യേശു എന്ത് പറഞ്ഞു? യേശു എന്ന് പറഞ്ഞാലും പരമാവധി സദൃശവാക്യത്തിനപ്പുറത്ത് യേശുവിനൊന്നും പറയാൻ പറ്റില്ല സ്വന്തമായിട്ട്.
അപ്പൊ യേശുക്രിസ്തു വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രതീക്ഷ തന്നെ അസ്ഥാനത്തായിപ്പോയി. അതിപ്പോ നാട്ടിലൊരു ഓഞ്ഞ് ഉപദേശി വന്നാലും ഈ സദൃശവാക്യത്തിൽ നിന്നൊരു വാക്ക് എടുത്തു കൊടുക്കുക. അതെടുത്തു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ യേശു തന്നെ കാരന്റെ കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ യേശു വന്നിട്ട് സദൃശവാക്യത്തിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കൊടുത്തു, അല്ല ഒരു വാക്യം എടുത്തു കൊടുത്തു. എന്നിട്ട് യേശു തിരിച്ചുപോയി. അപ്പൊ ടിനു ജോർജിന് സദൃശവാക്യത്തിൽ നിന്നൊരു വാക്യം എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുബോധമാണ്. ഇവിടെ എങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ തിയോളജി, അതിന്റെ ദൈവശാസ്ത്രം, അത് സ്റ്റാറ്റിക് അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ സീരീസുകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം പലപ്പോഴും ചില ആളുകൾ ചോദിക്കും, അയ്യോ ഇങ്ങനെയൊന്നും കേട്ടായിരുന്നല്ലോ, അത് ഏത് വീഡിയോയിലാണെന്ന് അറിയാവോ? ഞാനങ്ങനെ അറിയാനാ? അതുകൊണ്ട് നിങ്ങളാരും അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. പല ആളുകളും ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കും, കുറച്ച് കഴിയുമ്പം അത് മറന്നുപോകും, അല്ലെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, പാസ്റ്റർ ഇന്ന പോലെ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ ഈ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റാറ്റിക് അല്ല, അത് ഡൈനമിക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്റ്റാറ്റിക് ആയ ഒരു ദൈവശാസ്ത്രം പുരോഗമനാത്മകമല്ല, അത് നിശ്ചലമാണ്. അപ്പൊ നിശ്ചലമായ ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട്, അപ്പൊ അത് എവിടെ നിന്നാണ് വന്നത്? അവിടെയാണ് ഇന്നത്തെ ഡിബേറ്റിന്റെ ഒക്കെ ആ ഒരു പ്രസക്തി വരുന്നത്. നമ്മൾ അതേപ്പറ്റി മനസ്സിലാക്കുമ്പോൾ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവശാസ്ത്രം ചലനാത്മകമായിരിക്കണം, അത് ഡൈനമിക് ആയിരിക്കണം, സ്റ്റാറ്റിക് ആയിരിക്കരുത്. അപ്പൊ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ദൈവശാസ്ത്രം, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഈ ദൈവശാസ്ത്രം എന്ന സങ്കല്പം എങ്ങനെ വന്നു? ഇത് ആദിമ ക്രൈസ്തവരൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമല്ല, അത് ഇടക്കാലത്ത് കയറിക്കൂടിയ ഒന്നാണ്. അതെപ്പോഴാണ് കയറിക്കൂടിയത്? അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ലോകവീക്ഷണവും ഇസ്ലാമിന്റെ ദൈവശാസ്ത്രവും ഇസ്ലാമിൻ്റെതായ ഉപദേശ സംഹിതകളും ഇസ്ലാമിൻ്റെതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് സ്റ്റാറ്റിക്കാണ്. ഇവിടെയാണ് ഈ കോൺസെപ്റ്റ്, ഈ ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട് പഴയ നിയമത്തില്, ആവർത്തന പുസ്തകത്തില് ആണ് ആ ബ്ലെസ്സിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം ആ ബ്ലെസ്സിങ്? നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം തിരിയും. അപ്പൊ നമ്മൾ നിരന്തരമായ സമ്പർക്കത്തിലൂടെയും നിരന്തരമായ സംവാദങ്ങളിലൂടെയും നമ്മൾ അവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയല്ല, നമ്മളാൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം. അവർ നമ്മളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം. ഇതാണൊരു അനുഗ്രഹം എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള നിരന്തര സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്പർക്കമുണ്ടായിട്ടുണ്ട്, സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചുരുക്കമായി സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ആകത്തുകയായിട്ട് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയെ സ്വാധീനിച്ചോ, ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിനെ സ്വാധീനിച്ചോ? ഇതാണ് ചോദ്യം. അപ്പൊ ക്രിസ്ത്യാനിറ്റിയെ ഇസ്ലാം സ്വാധീനിച്ചോ, ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ചോ? ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയുടെ കൈകാലുകൾ ബന്ധിച്ചു വായും മൂടിക്കെട്ടി. അപ്പൊ ഇസ്ലാമിനാൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട, വായ മൂടിക്കെട്ടിയ ഒരു ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ബന്ധിയാക്കപ്പെട്ട ഈ ചില ധനിക കുടുംബങ്ങളിലൊക്കെ കള്ളന്മാര് കടന്നു കയറിയിട്ട് അവിടുത്തെ വീട്ടുകാരെ കസേരയോട് ചേർത്ത് ബന്ധിച്ച് വായിൽ ഇങ്ങനെ ഒരുപാട് ടേപ്പൊക്കെ ഒട്ടിച്ച് സിനിമയിൽ കാണാം. അപ്പൊ ആ പരുവത്തിനാണ് ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത്. ഇസ്ലാമിനാൽ പിടിക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട, ബന്ധിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റി. അപ്പൊ ആ കൈകാലികൾ സ്വതന്ത്രമാക്കുവാൻ ഗ്ലോറിയസ് ഗോസ്പൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനിറ്റിയെ ചിന്താമണ്ഡലങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നില്ല, നേരിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒന്നും ഇവിടെ പറയുന്നില്ല. എങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് ഏറ്റവും അസഹിഷ്ണുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അവർ ഈ പ്രദേശത്തോട്ട് വരത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ ബുദ്ധിയുണ്ട്, അവർക്ക് മനസ്സിലായി. എന്നാൽ മുസ്ലിമിനെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന,
മുസ്ലിമിനെ ഏറ്റവും മുഹമ്മദ് നബിയുടെ അവിഹിത ബന്ധങ്ങളും ശിശുപീഡനവും ഒക്കെ പറഞ്ഞ് അവരുടെ ലൈംഗിക കുൽസിതങ്ങളെയൊക്കെ വിവരിക്കുന്ന ഒരാളാണ് ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ. പക്ഷെ സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ പേജിൽ നിന്ന് മുസ്ലിങ്ങളും വാർത്തയില്ല. ഈ ചക്കര വീച്ചിരിക്കുന്ന പോലെ അവിടെ ചെന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ഒരിക്കലും ഇസ്ലാമിന് അടിസ്ഥാനപരമായി ഒരു എതിരല്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിനെ എന്ത് ചെയ്യുന്നില്ല, സെബാസ്റ്റ്യൻ എതിർക്കുന്നില്ല. കാരണം ഇസ്ലാമിക ആശയങ്ങളാൽ 100% സാച്ചുറേറ്റഡ് ആണ് സെബാസ്റ്റ്യന്റെ മൈൻഡ്. ഇന്നത്തെ ഡിബേറ്റ് നിങ്ങൾ കണ്ടാൽ മതി. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഓരോ ഡോക്യുമെന്റും ഓരോ ആശയങ്ങളും ഇസ്ലാമിക് ആശയങ്ങളാണ്. ഇസ്ലാമിന്റെ വേൾഡ് വ്യൂവിലും ഇസ്ലാമിന്റെ ദൈവവീക്ഷണത്തിലും ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലും നിന്നുകൊണ്ട് ഇസ്ലാമിക് ഇൻസ്ക്രിപ്ഷൻസ് പോലും ഉദ്ധരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിന് വേണ്ടി, അതായത് പ്ലേയിങ് ഫോർ ദ ഗാലറി എന്ന് പറയും. പ്ലേയിങ് ഫോർ ദ ഗാലറി ചുമ്മാ തെറി വിളിക്കുക മുസ്ലിങ്ങളെ. അപ്പൊ ആളുകൾ ഓർക്കും ഒരു വലിയ ഇസ്ലാമിന് എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്ന്. സത്യത്തിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സെബാസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? സെബാസ്റ്റ്യൻ ഇസ്ലാമിന്റെ കാര്യം തന്നെയാ പറയുന്നത്. ദൈവം ഏകനാണ്. സെബാസ്റ്റ്യനോട് ചോദിക്കേ, സെബാസ്റ്റ്യൻ പറയും അല്ലാഹു അക്ബർ, എന്റെ ദൈവം ഏകനാണ്. അപ്പം ഈ പറഞ്ഞ ഏകനാണ് ദൈവം എന്നാണ് ഈ ഇസ്ലാം പറയുന്നത്, ഏകനായ ദൈവം. അപ്പൊ ത്രിയേക ദൈവമാണ് പരമ്പരാഗത ക്രിസ്ത്യാനിത്വത്തിന്റെ സൗന്ദര്യം, അതിന്റെ ശക്തി, അതിന്റെ അടിസ്ഥാനം, അതിന്റെ അന്തസ്. അപ്പൊ അതിനെ മുഴുവൻ എന്ത് ചെയ്യാണ്? നിരാകരിച്ചിട്ട് ഈ ഇസ്ലാമിക് വ്യൂ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ്, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും, അപ്പൊ സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തിയല്ല കേട്ടോ, അതിനൊരു പ്രതീകം മാത്രമാണ്. ക്രിസ്ത്യാനിറ്റി മുഴുവൻ തന്നെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ പ്രീ ഇസ്ലാമിക് ഇറായിൽ നിന്നുള്ള ക്രിസ്ത്യാനിറ്റിയെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റീഡിസ്കവർ ചെയ്യാൻ. സോ ഞങ്ങൾ ഈ ഓരോ വർഷവും ഗ്ലോറിയസ് ഗോസ്പലിന് ഒരു സ്ലോഗൻ ഉണ്ട്. ഒരു വർഷം ഞങ്ങൾ വെച്ച ഒരു സ്ലോഗനാണ് റീഡിസ്കവർ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്ന്. റീഡിസ്കവർ ട്രൂ ഫെയ്ത്ത് ആണ്. അപ്പൊ വി ഹാവ് ടു റീഡിസ്കവർ ഇറ്റ്. ഇപ്പൊ നമ്മള് മഹാവിഷ്ണുവിന്റെ അവതാരത്തിൽ മത്സ്യം അവതാരമുണ്ട്, നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെ വീണ്ടെടുക്കുവാൻ മത്സ്യാവതാരം. അപ്പൊ അതുപോലെ ഒരു മത്സ്യം എന്ന പോലെ ഈ മുങ്ങിപ്പോയ അല്ലെങ്കിൽ ലോസ്റ്റ് ഗോസ്പൽ, ദ ട്രൂ ഗോസ്പൽ, ദ ഗ്ലോറിയസ് ഗോസ്പൽ വി ഹാവ് ടു റീഡിസ്കവർ. അപ്പൊ ദിസ് റീഡിസ്കവറി എക്സ്പെഡിഷൻ ആണ് ഗ്ലോറിയസ് ഗോസ്പൽ വോയേജ് ഇൻ ദ റെലം ഓഫ് ട്രഡിഷൻ ആൻഡ് തിയോളജി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും കണ്ടെത്തുകയാണ്, പുതുതായിട്ട് കണ്ടെത്തുകയല്ല, വീണ്ടും കണ്ടെത്തുകയാണ്. അപ്പൊ ഇതൊരിക്കൽ നമുക്ക് ആദിമ ക്രൈസ്തവർക്ക്, അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, പ്രോട്ടോ ഓർത്തഡോക്സി എന്ന് പറയും. ഈ പ്രോട്ടോ ഓർത്തഡോക്സിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഡിസ്കവർ ചെയ്യേണ്ടത്. അല്ലാതെ ഇസ്ലാമിക് എറായ്ക്ക് ശേഷം വന്ന ക്രിസ്ത്യാനിറ്റി അല്ല. ഇറ്റ്സ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇസ്ലാം. ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ ജുദായിസമുണ്ട്. ഈ ജുദായിസവും ഇസ്ലാമും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഇസ്ലാമിന് ക്രിസ്ത്യാനിറ്റിയോടുള്ളതിനേക്കാൾ സാമ്യം ജുദായിസത്തോടാണ്. അപ്പൊ ജുദായിസവും ഇസ്ലാമും എന്ത് ചെയ്യും, വളരെ ഇറ്റ് ക്യാൻ ഗോ ഇൻ ഹാൻഡ്. കാരണം ഈ മുസ്ലിം ഈ യഹൂദ റാബിമാരുടെ ഉപദേശം ഈ ഓൺലൈനിൽ പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ഈ യഹൂദന്മാരോട് കൊടുക്കുന്ന ഉപദേശം, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രോപ്പർ പ്ലേസ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരു ഇസ്ലാം മോസ്ക്, മുസ്ലിങ്ങളുടെ മോസ്ക് അവൈലബിൾ ആണെങ്കിൽ, ഒരു ക്രിസ്ത്യൻ ചർച്ചും അവൈലബിൾ ആണെങ്കിൽ, പ്രിഫർ ടു ഗോ ടു മുസ്ലിം മോസ്ക്. പ്രാർത്ഥനയ്ക്ക് സ്ഥലമില്ലാതെ ഒരു യഹൂദന് ഒരു മുസ്ലിമിന്റെ മോസ്കും ഒരു ക്രിസ്ത്യാനിറ്റിയുടെ പള്ളിയും ഒരുപോലെ ലഭ്യമാണെങ്കിൽ ഒരിക്കലും ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോകരുത്, മുസ്ലിമുകളുടെ മോസ്കിൽ പൊക്കോ. അവരാണ് വിശ്വാസപരമായി നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നാണ് യഹൂദ റബ്ബിമാർ ഉപദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യഹൂദ മതത്തിന്റെയും യഹൂദ സംസ്കാരത്തിന്റെയും യഹൂദ ആദർശങ്ങളുടെയും യഹൂദ ആശയങ്ങളുടെയും യഹൂദ വീക്ഷണങ്ങളുടെയും ഒക്കെ തടവറയിലായിരുന്നു ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശിശു സഹജമായ പരാധീനതകൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു.
അപ്പൊ അത് നമുക്ക് ഇപ്പൊ പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോഴും ആദിമസഭയുടെ എഴുത്തുകളൊക്കെ നോക്കുമ്പോഴും അവരുടെ മനോഭാവങ്ങൾ ആക്സ് എന്നാണ് ആ ബുക്കിന്റെ പേര് തന്നെ. അപ്പൊ ആക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് എന്നുള്ള വാക്കല്ല, ബൗണ്ടഡ് ബൈ എന്നാണ്, ബന്ധിക്കപ്പെട്ടിരുന്നു. അപ്പൊ ആ ബന്ധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു? ഒരു കൊക്കൂൺ പൊട്ടിച്ച് ഈ ശലഭം പുറത്തു വരുന്നത് പോലെ ക്രിസ്ത്യാനിറ്റി എമേർജ് ഔട്ട് ചെയ്യുന്നത് AD 70-ലാണ്. അതായത് അത് ജെറുസലേം ദൈവാലയത്തിന്റെ തകർച്ചയോടെയാണ്. അപ്പൊ ജെറുസലേം ദൈവാലയത്തിന്റെ തകർച്ച വരെ ക്രിസ്ത്യാനിറ്റി ജുദായിസത്തിന്റെ തടവിലായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം എന്നാണ് സത്യവേദപുസ്തകത്തിൽ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല. അപ്പൊ വിശുദ്ധ മന്ദിരം എന്താണ്? കൃപയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മന്ദിരമാണ്. അപ്പൊ ഈ മന്ദിരം വെളിപ്പെടുന്നില്ല, മറിച്ച് അടിമത്തത്തിന്റെയും ഭീതിയുടെയും നിയമത്തിന്റെയും നിഷ്കർഷകളുടെയും വിലക്കുകളുടെയും അതിരുകളുടെയും പരിധികളുടെയും വിധികളുടെയും മരണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഒക്കെ പഴയ മണ്ഡപം, അത് മുൻകൂടാരമാണ്, ദ ഫോർമർ ടെമ്പിൾ. അപ്പൊ ഈ ഫോർമർ ടെമ്പിൾ മാറിയെങ്കിലേ ന്യൂവർ ടെമ്പിൾ വരത്തുള്ളൂ. അതാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോ AD 70-ലാണ് അത് സംഭവിക്കുന്നത്. AD 70-ൽ മുൻകൂടാരം മാറിക്കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിറ്റി എമർജ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ചിറക് വിരിക്കാൻ തുടങ്ങി. പീലി 7 വീശിവ എന്ന് നമ്മൾ പാട്ടുകാരൻ പാടിയതുപോലെ ഈ പീലികൾ 7 വീശി ക്രിസ്ത്യാനിറ്റി അതിന്റെ സൗന്ദര്യത്തിൽ, അതിന്റെ മനോഹാരിതയിൽ, ആ ക്രിസ്ത്യാനിറ്റിയുടെ ഡാൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ടഡ് ദെയർ. പക്ഷെ അത് അധികം നാൾ നീണ്ടില്ല. AD 600 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാം ആവിർഭവിക്കുകയാണ്. അപ്പൊ ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പണ്ടത്തെ ജുദായിസത്തിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ്സും അതിനേക്കാൾ ഇന്റൻസിറ്റിയോടെ ഇസ്ലാമിൽ പുനഃപ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇസ്ലാം എന്ത് ചെയ്തു? ക്രിസ്ത്യാനിറ്റിയെ ചുറ്റും നിന്ന് സമ്മർദ്ദത്തിലാഴ്ത്തി. അപ്പോ ജുദായിസത്തിലുണ്ടായിരുന്ന സ്ത്രീ വിരുദ്ധത, പുരുഷ കേന്ദ്രീകൃതത്വം, പുരുഷ മേധാവിത്വം, അപ്പം മെയിൽ സെന്റേർഡ് റിലീജിയനായിട്ട്, അപ്പോ മെയിൽ സെന്റേർഡ് അല്ലായിരുന്നു, ജെൻഡർ വൈസ് ഈക്വാലിറ്റി ഉള്ളതായിരുന്നു ക്രിസ്ത്യാനിറ്റി. അപ്പൊ അത് വീണ്ടും എന്തായി തീർന്നു? പുരുഷ കേന്ദ്രീകൃത മതമായി അധപ്പതിച്ചു എന്ന് വേണം പറയാൻ. അധപ്പതിച്ചു. ഞാൻ വലിയ ശ്രേഷ്ഠതയാണെന്ന് വിചാരം, അല്ല, ഒരിക്കലും അല്ല. അപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ പുരോഗതിയെ അല്ലെങ്കിൽ വളർച്ചയെ അല്ലെങ്കിൽ ആ പ്രോഗ്രഷനെ സ്റ്റോപ്പ് ചെയ്യിച്ചു ഇസ്ലാമിന്റെ ആവിർഭാവം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ വലിയൊരു വീഴ്ചയാണ് ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിച്ചത്. ഇസ്ലാം ശരിയായ വിധത്തിൽ കൈകാലുകൾ ബന്ധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ ഈ ആധുനിക കാലത്ത്, ഈ ജനാധിപത്യ യുഗത്തിൽ, ഈ ശാസ്ത്രയുഗത്തിൽ എന്തായിരിക്കണം? ഈ ക്രിസ്ത്യാനിറ്റി ശരിക്കും അതിൻ്റെ സത്വത്തെ തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസത്തിന്റെ. അല്ലാതെ ചില ആളുകളൊക്കെ ഇപ്പം ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ നിങ്ങളിപ്പം ഇത് പരിവക്കേടാണ് എന്ന് കണ്ടുകൊണ്ട് പുതിയ അടവിറക്കാണ്. ഒരിക്കലും അല്ല. ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം അതാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്താണ് എന്ന് നമ്മൾ തിരിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ള, അതിനാണ് നമ്മൾ റീഡിസ്കവർ എന്ന് പറയുന്നത്. റീഡിസ്കവർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിൽ ചലനാത്മകമായ അല്ലെങ്കിൽ ഡൈനമിക്കായ ഒരു ദൈവശാസ്ത്രമാണ് ഉള്ളത്. ഡൈനമിക്കായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം. ഡൈനമിക്കായ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നിശ്ചലാവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പൊലക്ക പോലെ ഇരിക്കുന്ന ഒരു ദൈവശാസ്ത്രമല്ല. ഡൈനമിക് തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ലിവിങ് ആൻഡ് ഇവോൾവിങ്. അപ്പൊ ഇവോൾവ് ചെയ്യാത്ത ഒരു ദൈവശാസ്ത്രത്തിനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് ദ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് തിയോളജി ദാറ്റ് ഈസ് ഡൈനമിക് ആൻഡ് ഇവോൾവിങ് എന്ന് പറയുന്നതിന്റെ കാരണം
യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 13 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത് പരിശുദ്ധ റൂഹ സഭയെ മുന്നോട്ട് നയിക്കും എന്നാണ്. ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്. ഒരു വൺ ടൈം ഇവന്റ് അല്ല, ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്. സംടൈം ഇറ്റ് ഈസ് എവല്യൂഷണറി ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവല്യൂഷനാണ്. പലപ്പോഴും നമുക്കത് റവല്യൂഷൻ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇത് എവല്യൂഷൻ. അത് ഒരിക്കലും ക്രിസ്ത്യൻ വിശ്വാസത്തിന് എതിരല്ല, അത് ഓർത്തഡോക്സിക്കും എതിരല്ല. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ തന്നെ ഡൈനമിക് ആൻഡ് ഇവോൾവിംഗ് ആണ്. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് മാമൂലുകളെ മുറുകെ പിടിക്കുന്നത് യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞ യാഥാസ്ഥിതികത്വം അതാണ് ഓർത്തഡോക്സി. അല്ല, ഇവിടെ ശരിയായ വാഗ്ദാനം എ പേഴ്സൺ വാസ് പ്രോമിസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്ത്യാനിത്വത്തിൽ ഒരു കൂട്ടം എഴുത്തുകൾ അല്ലെങ്കിൽ ലിഖിതങ്ങൾ നമുക്ക് നൽകപ്പെടുകയല്ല, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ലിഖിതം. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്ത്യൻ മെസ്സേജുകളിലൊക്കെ എപ്പോഴും കേൾക്കുന്ന 119 സങ്കീർത്തനം 89 വാക്യത്തിൽ ഉണ്ട്, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. ഇറ്റ്സ് എ ഓൾഡ് ടെസ്റ്റമെന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ സ്ഥിരതയുള്ള വചനം. അപ്പൊ ഈ തരത്തിൽ പഴയ നിയമത്തിൽ നിന്ന് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യാണ്, കോണ്ടെക്സ്റ്റ് അറിയാതെ കോട്ട് ചെയ്യാണ്. അത് ഇന്നത്തെ ഒരു ഈ കൂട്ടായ്മകൾ, പെന്തക്കോസ്തുകാരുടെ യോഗങ്ങൾ, അതുപോലെ തന്നെ യാക്കോബായ സഭയിലും കത്തോലിക്ക കരിസ്മാറ്റിക്കിലും ഒക്കെ ആയിട്ട് എല്ലാ ക്രിസ്തീയ ലോകത്തിലും ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണത്. ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വളരെ നിരാശാജനകമായ ഒരു ഇത് കണ്ടു. യാക്കോബായക്കാരുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം എനിക്ക് ഒരാൾ എടുത്തയച്ചു തന്നു. അപ്പൊ ബൈബിളിനെ സംബന്ധിച്ച് തികച്ചും പ്രൊട്ടസ്റ്റന്റ് രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവരും സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് ഇരുമ്പലൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഒരു ഇരുമ്പലൊക്കെ മനുഷ്യവർഗത്തിന് സമ്മാനിച്ചു എന്നാണ്. അങ്ങനെയല്ല, ജീവനുള്ള പരിശുദ്ധ റൂഹായോ കാദീശോ. അപ്പം ഈ അത് കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസിൽ പ്രഖ്യാപിക്കുകയാണ്, റൂഹോ ഹായോ കാദീശോ. അപ്പൊ ജീവനുള്ള പരിശുദ്ധ റൂഹയാണ്. ജീവനുള്ള പരിശുദ്ധ റൂഹ എന്താണ്? ഇപ്പൊ ടിനു ജോർജിന്റെ അടുത്ത് യേശുക്രിസ്തു വന്നിട്ടും പുതുതായിട്ടൊന്നും പറയാനില്ല, അദ്ദേഹം സദൃശവാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പരാധീനതയുള്ള ക്രിസ്തു തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെയാണ് വായ മൂടിക്കെട്ടിയിരിക്കുന്നു. അപ്പം ഐസിട്ട് വെച്ച പരിശുദ്ധാത്മാവും വാ മൂടിക്കെട്ടിയ യേശു ക്രിസ്തു, കൈകാലികൾ ബന്ധിക്കപ്പെട്ട ദൈവം ഒക്കെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് എന്നുള്ളത്. അപ്പൊ ഇത് ചലനാത്മകമല്ല, പുരോഗമനാത്മകമല്ല. അപ്പൊ അത് എന്തല്ല, രൂപാന്തരീകരണം വരുത്തുവാൻ പര്യാപ്തമായതുമല്ല. അപ്പം സ്വയമായിട്ട് എന്ത് ചെയ്യാണ്, ഈ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ചലനാത്മകമായ പുരോഗമനാത്മകമായ തുടർവരതയുള്ള ഒന്നാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം. അതായിരുന്നു ആദിമകാലത്ത്. അപ്പൊ ആ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ പുരോഗമന സ്വഭാവമുള്ള തുടർവരത എന്ത് ചെയ്തിരിക്കുന്നു, മുറിഞ്ഞു പോയത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിലാണ്. ഇസ്ലാമിന്റെ സ്വാധീനം കൊണ്ടാണ് അത് സംഭവിച്ചത്. മറിച്ച് ക്രിസ്ത്യാനിറ്റി മറ്റൊരു ഇസ്ലാമായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ കമ്പാരിറ്റീവ് റിലീജിയൻ, എന്തുകൊണ്ടാണ് ഇസ്ലാം ക്രിസ്ത്യൻ സംവാദങ്ങൾ ഇത്രയും നടന്നത്? കാരണം സമാന സ്വഭാവമുള്ളതായിട്ട് ആദ്യം അതിനെ എന്ത് ചെയ്തു, രൂപാന്തരപ്പെടുന്നത് മുസ്ലിങ്ങളുടെ വിജയമാണത്. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയാണ് ഇസ്ലാമുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ ഒരു മുസ്ലിമിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംവാദങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ഇവർ ഈ ക്രിസ്ത്യാനിറ്റിയെ ഈ മുസ്ലിമിന്റെ ആശയങ്ങളോട് കൺഫോംഡ് ആക്കി, ഇവർ പോലും അറിയാതെ. പിന്നീട് എങ്ങനെ സംവാദം നടത്തിയാലും മുസ്ലിമുകളെ ജയിക്കാൻ കഴിയത്തില്ല, അവരെ അതിശയിപ്പിക്കാൻ കഴിയത്തില്ല, അവരെ സ്വാധീനിക്കാൻ കഴിയത്തില്ല, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല, അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബീറ്റ് ചെയ്യാൻ പറ്റില്ല, കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? വി ലോസ്റ്റ് അവർ ഐഡന്റിറ്റി. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം നഷ്ടപ്പെടുത്തിയിട്ട് ഈ വ്യാജ ക്രിസ്ത്യാനിത്വം വെച്ചിട്ടാണ് മുസ്ലിമുകളോട് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് മുസ്ലിമിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവരെ എതിർക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അടിസ്ഥാനപരമായിട്ട് അവരെ എതിർക്കാൻ പറ്റില്ല. ഇപ്പൊ സെബാസ്റ്റ്യൻ മുന്നക്കല് ഏറ്റവും വലിയ മുസ്ലിം പ്രതിരോധകനാന്നൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നതും ഫാൻസ് പറയുന്നതും. ഒരിക്കലും അവരുടെ അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തെ വിരൽ ചൂണ്ടി അതിനെ കൺഫ്രണ്ട് ചെയ്യുവാൻ ഒരിക്കലും സെബാസ്റ്റ്യന് സാധിക്കില്ല. കാരണം അതേ വിശ്വാസം തന്നെ ഇദ്ദേഹത്തിനുള്ളൂ. പിന്നെയുള്ള എന്നാ വെച്ച് കഴിഞ്ഞാൽ നബി മുണ്ടുപൊക്കിയ കഥയും വെളിക്കരിക്കാൻ പോയ കഥയും.
സൈനബെ കണ്ട കഥയും കുളിസിയും കണ്ട കഥയും ഇതൊക്കെ പറയാം, മുല കുടിച്ച കാര്യം, എന്നിട്ട് കളിയാക്കാം. അപ്പൊ അതൊരു പുലയാട്ട് മാത്രം, കുലത്തൊഴിൽ പോലെ ഒരു പുലയാട്ട്, പുലഭ്യം പറച്ചില്. അപ്പൊ അതിനകത്ത് അർത്ഥമില്ല. അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. അതിന്റെ തെളിമയോടും അതിന്റെ വ്യക്തതയോടും അതിന്റെ ശോഭയോടും കൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ ആൻഡ് ഷുവർലി ദിസ് ഈസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി എന്താണ്, അവരെന്താണ് ചിന്തിച്ചത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പം ഡൈനമിക് ആണ്, പ്രോഗ്രസീവ് ആണ്. ഡൈനമിക്കും പ്രോഗ്രസീവുമായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ റൂഹ നമ്മെ നയിക്കും എന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ ആ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം എങ്ങനെയാണ്? ത്രൂ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഓൺഗോയിങ് റെവലേഷൻ ഫൗണ്ട് ഇൻ ദ സ്ക്രിപ്ചർ ആൻഡ് ചർച്ച് ട്രഡിഷൻ ആൻഡ് ത്രൂ എക്സ്പീരിയൻസ്. അപ്പൊ ഇത് വരുമ്പോ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുകയല്ല, മറിച്ച് എന്ത് ചെയ്യാണ്? ചുറ്റുപാടുകളോട് സമരസപ്പെടുകയാണ്. നമ്മൾ ചുറ്റുപാടുകളിലേക്ക് ബന്ധപ്പെടുകയാണ്. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ഈ നമ്മുടെ തിയോളജി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ സ്ക്രിപ്ചർ ആൻഡ് ട്രഡിഷൻ ഉണ്ട്. സ്ക്രിപ്ചർ ആൻഡ് ട്രഡിഷൻ നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്, അതായത് തിരുവെഴുത്തുകളും പാരമ്പര്യങ്ങളും. അപ്പൊ അതിനകത്ത് ഈ അടുത്ത കാലത്തല്ല, കഴിഞ്ഞ വർഷത്തെ ഒരു സംവാദത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാപ്പോലിത്ത തിരുവെഴുത്തുകളാണ് പാരമ്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവെഴുത്തുകളും പാരമ്പര്യങ്ങളുമുണ്ട്. റിട്ടൺ ട്രഡിഷൻ ആണ് സ്ക്രിപ്ചർ ആൻഡ് അൺറിട്ടൺ സ്ക്രിപ്ചർ ആണ് ട്രഡിഷൻ എന്നുള്ളതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ സ്ക്രിപ്ചർ ആൻഡ് ട്രഡിഷനോടൊപ്പം തന്നെ ഈ എൻഗേജ്മെന്റ് വിത്ത് സയൻസ് ആൻഡ് റീസൺ. അപ്പൊ പ്രോഗ്രസീവ് തിയോളജി must be always open to scientific discoveries and philosophical insights. അപ്പോ തത്വചിന്താപരമായ ഉൾക്കാഴ്ചകളെയും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെയും ഉൾക്കൊള്ളാനും വിലയിരുത്താനും അതിൽ നിന്ന് പാഠങ്ങളെ ഗ്രഹിക്കുവാനും അതിൽ നിന്നുള്ള നന്മകളെ സാംശീകരിക്കുവാനും അങ്ങനെ ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് യഥാർത്ഥ ട്രൂ ക്രിസ്ത്യാനിറ്റി. അല്ല അങ്ങനെയുള്ള കാര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതല്ല. അപ്പൊ അതിലാണ് ഈ കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പല കാഴ്ചപ്പാടുകളും പല പ്രസ്താവനകളും വിവാദമാവുകയും, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതഭ്രാന്തുള്ള ക്രിസ്ത്യാനികൾ എന്ന് മലയാളത്തിൽ പറയാം. ഈ മതഭ്രാന്തുള്ള ക്രിസ്ത്യാനികൾ പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നതും അങ്ങനെയുള്ളവരുടെ പേജുകളിൽ പോലും അദ്ദേഹം വിമർശിക്കപ്പെടുന്നതും കാണാം. അത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ എന്താണ്, സയൻസ് ആൻഡ് റീസണിനെ നമ്മൾ അത് എൻഗേജ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെലവൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എ ട്രൂ തിയോളജി അല്ലെങ്കിൽ എ ഡൈനമിക് തിയോളജി must be able to respond to social, political and ethical changes. But the church is called to engage with the challenges of this time. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു പോകില്ല. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും സമചിത്തതയോടെയും സംയമനത്തോടെയും ചാതുര്യത്തോടെയും അതിന് ഉള്ള മറുപടികളെ പറയുവാനും ഓരോ ക്രൈസ്തവനെയും പ്രാപ്തനാക്കുന്ന വിധത്തിലുള്ള ചലനാത്മക ദൈവശാസ്ത്രമാണ് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യം. അതിന് പകരം പഴയ ഇരുമ്പുലക്കയും കൊണ്ട് പോയാൽ മനസ്സിലായോ വ്യത്യാസം എന്താണ്? അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത്, ഇവാഞ്ചലിക്കൽ, കരിസ്മാറ്റിക് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ചെയ്യുന്നത് ശരിക്കും ക്രിസ്ത്യാനിറ്റിയോടുള്ള ദ്രോഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ യേശു ക്രിസ്തു വന്നിട്ട് പിന്നെ സദൃശവാക്യം എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാണ്? ലോകത്ത് മൂല്യബോധങ്ങൾക്ക് മാറ്റം വന്നു, ധാർമ്മിക ചിന്തകൾക്ക് മാറ്റം വന്നു, രാഷ്ട്രീയ പരിതസ്ഥിതികൾക്ക് മാറ്റം വന്നു, മതപരമായ സന്തുലിതാവസ്ഥകൾക്ക് മാറ്റം വന്നു, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ പുതുതായിട്ട് വരുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചുറ്റും വരുമ്പോൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ അവയോട് ശരിയായ വിധത്തിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ ഉൾവലിഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ് ഇന്നിപ്പോ ഈ ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടുള്ള ഗതികേട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ഡൈനമിക് തിയോളജി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഇൻക്ലൂസിവിറ്റി, നമ്മളെപ്പോഴും പറയുന്ന ഒരു പദമാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഒരിക്കലും ഈ ഇന്റർഫെയ്ത്ത് ഡയലോഗിൽ എൻഗേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത്.
ഈ സിംഗപ്പൂരിൽ മാർപ്പാപ്പ പോയിട്ട് ഇന്റർഫെയ്ത്ത് ഡയലോഗ് നടത്തുകയാണ്. അപ്പൊ എത്രയോ പ്രസന്നവദനായിട്ട്, എത്രയോ സരളചിത്തനെ, എത്രയോ ലളിതമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ യാതൊരു സമ്മർദ്ദങ്ങളും ഇല്ല, യാതൊരു ടെൻഷനും ഇല്ല, പിരിമുറുക്കമൊന്നുമില്ല, വളരെ ഓപ്പണായിട്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ദൈവശാസ്ത്രം ഡൈനമിക് തിയോളജിയാണ്. എവല്യൂഷനായിട്ട് ആ തിയോളജി വരുന്നു. അത് അദ്ദേഹത്തിന് ഓൺഗോയിങ് പ്രോഗ്രസീവ് ആൻഡ് ഡൈനമിക് തിയോളജി. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവശാസ്ത്രം. അല്ലാതെ ഒരിക്കലായിട്ട് എഴുതപ്പെട്ട് കല്ലുളി പോലെ, അല്ലെങ്കിൽ എന്താ ഇതിന് പറയുന്നത്, ഇരുമ്പ് ദണ്ട് പോലെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടിരിക്കുന്നു എന്നുള്ള 119 സങ്കീർത്തനത്തിലെ വാക്യം എടുത്തു വെച്ചിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ദൈവശാസ്ത്രമോ അല്ല ഹോൾഡ് ചെയ്യുന്നത്. അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച്, വെള്ള തുണി ഇങ്ങനെയൊക്കെ ബന്ധക്കോസ്കാർ പറയും. അതൊക്കെ ഒരുപാട് ആളുകൾ വിശ്വസിക്കും. അങ്ങനെയല്ല. മനുഷ്യവർഗത്തെ പൊതുവായി കാണുകയും ഒന്നായി കാണുകയും ചെയ്യുന്ന ദൈവശാസ്ത്രം. അത് ആദിമ സഭയിലെ സംബന്ധിച്ച് അരിസ്റ്റോട്ടലിനെ പോലും ഒരു സെയിന്റ് ആയിട്ട് കണക്കാക്കിയിരുന്നു. അരിസ്റ്റോട്ടൽ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ തത്വചിന്താപരമായ പല കാഴ്ചപ്പാടുകളെയും ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ വിശദീകരിക്കുവാൻ ആദിമസഭ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഷുവർലി അരിസ്റ്റോട്ടലിനെ ആദിമസഭ ഒരു സെയിന്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് വന്നു കഴിയുമ്പം ഈ നിയോ പ്ലേറ്റോണിസം, അതായത് പ്ലേറ്റോയിസവും അരിസ്റ്റോട്ടലിയൻ ചിന്തകളും കൂടെ മിക്സ് ചെയ്തിട്ട് നിയോ പ്ലേറ്റോണിസം വരുമ്പം സെയിന്റ് അഗസ്റ്റിനൊക്കെ അതിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യവർഗത്തിന് നന്മകൾ ചെയ്യുന്ന എല്ലാവരും ക്രിസ്തീയ പുരോഹിതന്മാരാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ കാഴ്ചപ്പാട്. ഇപ്പൊ നമ്മൾ ആ ശരിയായ ഒരു പാതയിൽ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ പള്ളികളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ചിത്രം ആ ഭിത്തിയിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദിവനാശ്വസ് തിരുമേനിയുടെ പടം ഇരിക്കുന്ന പോലെ ആ പള്ളിയുടെ സൈഡില് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ ഒരു ചിത്രം. ഇപ്പൊ ഞാനിത് പറയുമ്പോഴേക്കും നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പടം, ഐ മീൻ ഇറ്റ്. കാരണം സമൂഹത്തിന് നന്മ ചെയ്തവർ, ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളെ കൊണ്ടുവന്നവർ, സാധുക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവർ, ഇവരുടെ ഒക്കെ ചിത്രങ്ങളാണ്. കാരണം അവരെല്ലാം എന്താണ്, അവരെല്ലാം മനുഷ്യവർഗത്തിന് വേണ്ടി നന്മകളെ കൊണ്ടുവന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരല്ല. അപ്പൊ ആദിമസഭയ്ക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു. പിന്നീട് വന്നപ്പോഴാണ് ഈ മുസ്ലിമുകളുടെ കാഴ്ചപ്പാട് വന്നപ്പോഴാണ് ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ. ഇപ്പോ മുസ്ലിങ്ങൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ ഹെയ്റ്റ് സ്പീച്ച് ഒത്തിരി നമ്മൾ കണ്ടാണ്, വിദ്വേഷ പ്രസംഗങ്ങൾ. അവരെ സംബന്ധിച്ച് മറ്റൊന്നിനെ ഉൾക്കൊള്ളുവാനോ മറ്റൊന്നിനെ ആദരിക്കുവാനോ കഴിയുന്നതല്ല. ഇപ്പൊ ചാണ്ടി ഉമ്മൻ ശബരിമലയ്ക്ക് പോയി, അതിനെതിരായിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ച് നമ്മൾ കണ്ടതാണ്, ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. കാരണം മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ ദൈവം ഇടുങ്ങിയ വിഘടനവാദിയായ സ്വാർത്ഥനായ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കുട്ടി ദൈവമായ അങ്ങനെയൊക്കെയുള്ള ഗോത്ര ദൈവത്തെയൊക്കെ ആരാധിക്കുന്ന കാഴ്ചപ്പാട്. അവിടുന്ന് വിശാലമായ ഒരു ദർശനത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ പരാജയമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിന് പൊതുവായി നന്മകൾ ചെയ്യുന്ന, ഇപ്പം ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ എന്ന് യേശു കർത്താവ് പറഞ്ഞു. പക്ഷെ 2024 കൊട്ടാരക്കരയിൽ യേശു വന്നിട്ട് സദൃശവാക്യം എടുത്തു കൊടുക്കും. ദൈവവചനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്. ഇപ്പൊ E=mc². മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ വെളിപ്പെട്ട ഏറ്റവും വലിയൊരു ദൈവവചനമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് റിവീൽ ചെയ്യപ്പെട്ട ആർക്കാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സോ ഹീസ് എ പ്രോഫിറ്റ്. അപ്പൊ ഇത് എന്താണ് ഈ ക്രിസ്ത്യൻ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ? അതാണ് മുഹമ്മദ് നബിയേക്കാൾ വലിയ പ്രോഫറ്റാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. നമ്മൾ ആ ടൈറ്റിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സംജ്ഞ ഇദ്ദേഹത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പ്രവാചകൻ. അപ്പൊ എത്ര മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു പ്രവാചകനാണെന്ന്? എത്ര ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ പറ്റും? മറിയാമേ, നിന്റെ കാലിന്റെ അവിടെ ഒരു തടിപ്പ് ഞാൻ കാണുന്നുണ്ട്, നിന്റെ പെടലിക്ക് ഒരു മുഴ കാണുന്നുണ്ടെന്ന് പറയുന്നതിനാണ് പെന്തക്കോസ്തുകാരുടെ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത്രയും വലിയൊരു E=mc² എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുകയാണ്. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചോ രൂപപ്പെടുത്തിയെടുത്തോ അല്ല, അദ്ദേഹത്തിന് വെളിപ്പെട്ട. കാരണം E=mc² എന്നുള്ളത് ചൈനയിലും ശരിയാണ്, ഇന്ത്യയിലും ശരിയാണ്, അമേരിക്കയിലും ശരിയാണ്.
അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് മുമ്പും E=mc² ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചു കഴിഞ്ഞും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നു. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന് മുമ്പും ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷവും ആൽബർട്ട് ഐൻസ്റ്റീന്റെ കാലഘട്ടവും ലോകത്തെല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എന്തായിരിക്കുന്നു? സത്യമായിരിക്കുന്ന ഒന്ന്. അപ്പൊ അദ്ദേഹം രൂപപ്പെടുത്തിയതല്ലത്, അദ്ദേഹത്തിന് മുമ്പും അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് ദൈവത്തിന്റെ ഒരു പ്രവാചകൻ വെളിപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈസ് എ സയന്റിസ്റ്റ്. അപ്പൊ അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ ആ മേഖലകളിൽ എന്താണ്? ദൈവ ശുശ്രൂഷയാണത്. ആ മേഖലയിൽ അത് ദൈവ ശുശ്രൂഷയാണ്. ഇത് മനസ്സിലാക്കാനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ പരാജയപ്പെടുന്നത്. ഇതെപ്പോൾ മനസ്സിലാക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പൊ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഏറ്റവും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് റോമാലേഖനം 13 അധ്യായമാണ്. അപ്പൊ ഞാൻ ചിരിച്ചു, എനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള അധ്യായമാണ്. അദ്ദേഹത്തിന് പറയാണ്, ഐ ജസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പൊ എന്താണ് ഈ റോമർ 13? നിങ്ങൾ ഈ റോമർ 13 ശ്രദ്ധിക്കുക. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നു, നന്മ ചെയ്യുക. നിന്റെ നന്മയ്ക്കായിട്ടല്ലല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അപ്പോൾ എന്താണിത്? ലോക്കൽ ബോഡീസ്, ഇപ്പോൾ പഞ്ചായത്തിന്റെ അധികാരിയോ ജില്ലയുടെ ഭരണാധികാരികളോ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളോ രാജ്യത്തിന്റെ മൊത്തമായ ഭരണാധികാരികളോ ഏതെല്ലാം ഭരണാധികാരികളായിട്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസറാകാം, വില്ലേജ് ഓഫീസറാകാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറാകാം, തഹസിൽദാരാകാം, അല്ലെങ്കിൽ സെക്രട്ടറി ആകാം, ചീഫ് മിനിസ്റ്റർ ആകാം, പ്രൈം മിനിസ്റ്റർ ആകാം, പ്രസിഡന്റ്. അപ്പൊ ഈ അധികാര ശ്രേണി വ്യവസ്ഥയിൽ ഏതെല്ലാം പൊസിഷനിൽ ആരെല്ലാം ഇരിക്കുന്നോ അവരെ മുഴുവൻ ബൈബിൾ വിളിക്കുന്ന പേര് മിനിസ്റ്റർ ഓഫ് ഗോഡ്, ദൈവ ശുശ്രൂഷകൻ. അല്ല അവിടുത്തെ പെന്തക്കോസിലെ പാസ്റ്ററെ അല്ല ദൈവ ശുശ്രൂഷകൻ എന്ന് വിളിക്കുന്നു, അല്ല അവിടുത്തെ പള്ളിയിലെ അച്ഛനെയല്ല. അവരും ദൈവ ശുശ്രൂഷകന്മാരാണ് കൈൻഡ് ഓഫ്. പക്ഷെ ബൈബിളിൽ പറയുന്നത് അധികാരമുള്ളവനാണ് ആര്? ദൈവ ശുശ്രൂഷകൻ. കാരണം ദൈവം എന്നാൽ അധികാരമാണ്. അപ്പൊ അധികാരം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ അത് ആരുടെ കയ്യിലിരിക്കുന്നു? അപ്പൊ ഡിസ്പെൻസ് ചെയ്യപ്പെട്ട അതോറിറ്റി ആര് ഹോൾഡ് ചെയ്യുന്നോ അവരാണ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ് ഓർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. ഇതാണ് ബൈബിൾ, ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ്. അപ്പൊ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആരാണ്? കർത്താവിന്റെ ദാസനാണ്, ദൈവ ശുശ്രൂഷക്കാരൻ. അവൻ കർത്താവിന്റെ ദാസനാണെങ്കിൽ അൾട്ടിമേറ്റ് അതോറിറ്റി ദൈവത്തിനാണ്. നമുക്ക് ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ ഈ ഗവൺമെന്റിൽ നിന്നും ഈ ലോകത്തിന്റെ സംവിധാനങ്ങളിൽ നിന്നും മാറി ഒരു പാരലൽ സംവിധാനം ദൈവത്തിനുണ്ടെന്ന് വിശ്വസിച്ചിട്ട് നിന്നാൽ നിങ്ങൾ സ്വയം വിഡ്ഢിയാക്കപ്പെടും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അത് ശരിക്കും ബുദ്ധിയുള്ളത് മുസ്ലിമുകൾക്കാണ്. അവരതിനകത്ത് അവരെവിടെ ചെന്നാലും ആദ്യം രാഷ്ട്രീയത്തിലാണ് ഇടപെടുന്നത്. അപ്പൊ ഈ അധികാരമാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഈ അധികാര വ്യവസ്ഥയിലാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരിയ്ക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന് പകരം ഇപ്പുറത്ത് മാറിയിരുന്നിട്ട് കർത്താവ് വേറെ വണ്ടി വിളിച്ചു വരും എന്ന് പറഞ്ഞ് പാട്ട് പാടുക എന്തുമാത്രം തെറ്റിദ്ധാരണയാണ്. ആളുകളെ വിഡ്ഢികളാക്കാണ്. വാനിൽ വരുന്നു, കാറിൽ വരുന്നു, തീവണ്ടിയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കുക, അവൻ നന്മയ്ക്കായിട്ടല്ലോ ദൈവ ശുശ്രൂഷക്കാരനായിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ദൈവ ശുശ്രൂഷകൻ എന്ന് 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, 1ഉം 2ഉം അല്ല. നിങ്ങൾ അധ്യായം വായിച്ചു നോക്കുക. അതുകൊണ്ടാണ് എന്നോട് ആ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ പറഞ്ഞ്, മലയാളി അല്ല കേട്ടോ, ഇവിടുത്തെ പാസ്റ്റർ, പുള്ളി പറയാണ് എനിക്കിത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഞാൻ അദ്ദേഹത്തിന് 1.5 മണിക്കൂർ ക്ലാസ് കൊടുത്തു. അദ്ദേഹം ഏറെക്കുറെ കൺവിൻസ്ഡായി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ വർഷങ്ങളായിട്ടുള്ള പരിചയമല്ലേ, എന്നാലും ഞാൻ ചിന്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യവർഗത്തെ മുഴുവനായിട്ട് കാണുന്ന ദൈവവും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ദൈവവും, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
നിങ്ങൾ ആരാധിക്കുന്ന ആരെയാണ്? ഗോത്ര ദൈവത്തെയാണോ? വിഭാഗീയതയുടെ ദൈവത്തെയാണോ? അപ്പൊ പൗലുസ്ലിഹ അവതരിപ്പിച്ച ദൈവം അങ്ങനെയല്ല. പൗലുസ്ലിഹ അവതരിപ്പിച്ച ദൈവം അധികാര വ്യവസ്ഥയ്ക്കും അധിപനായിരിക്കുന്ന, പരമോന്നതനായിരിക്കുന്ന, സമാരാധ്യനായിരിക്കുന്ന, പരമാധികാരിയായിരിക്കുന്ന ദൈവത്തെയാണ്. ഓൾമൈറ്റി സോവറിൻ ഗോഡ്. അപ്പൊ ആ ഓൾമൈറ്റി സോവറിൻ ഗോഡ് ആകുമ്പോൾ ദാറ്റ് ഗോഡ് ഹിംസെൽഫ് ഡിസ്പെൻസസ് ദിസ് അതോറിറ്റി. ആ അതോറിറ്റിയുടെ വിതരണ ശൃംഖലയിൽ, ശ്രേണി വ്യവസ്ഥയിൽ ആരൂഢരായിരിക്കുന്നവരാണ് ഇവർ. അവരെ വിളിക്കുന്നത് ദൈവ ശുശ്രൂഷകന്മാർ. മനസ്സിലായി? അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്ത് മാറി? അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ ഉൾക്കൊള്ളില്ല. ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദിമ സഭയുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു. ഒരിക്കലും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്ത ആളല്ല അരിസ്റ്റോട്ടിൽ. പക്ഷെ എങ്കിൽ പോലും അരിസ്റ്റോട്ടിലിനെ അവർ അംഗീകരിച്ചിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? 2000 വർഷത്തിന് ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിലൂടെ നമ്മൾ പുറകോട്ട് നോക്കിയാൽ എത്രയോ ദീപ്ത നിമിഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു അനേകായിരം ദീപഗോപുരങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കാണാൻ പറ്റും. അവരൊക്കെ അടയാളപ്പെടുത്തേണ്ടവരാണ്, അവരൊക്കെ അനുസ്മരിക്കപ്പെടേണ്ടവരാണ്, അവരൊക്കെ സഭയുടെ കലണ്ടറിൽ സ്ഥാനം പിടിക്കേണ്ടവരാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയത് ഈ ഇസ്ലാമിന്റെ സ്വാധീനം കൊണ്ട്. ഇസ്ലാമിന്റെ സ്വാധീനത്താൽ നമ്മൾ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി, കണ്ണ് കെട്ടപ്പെട്ടവരായി, വായ് മൂടിക്കെട്ടവരായി. ഇപ്പൊ കണ്ണുകളെ അവർ കെട്ടി, വായെ ബന്ധിച്ചു, കൈകാലുകളെ ബന്ധിച്ചു. അവരോട് അനുരൂപമായ മറ്റൊരു മതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടു. അതാണ് മതത്തിന്റെ ബാഹ്യരൂപം മാത്രം അതേപടി നിലനിൽക്കുന്നു, ആന്തരിക ചൈതന്യം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ല, പൗലുസ്ലിഹയുടെ ഭാഷയാണ്. അപ്പൊ മതത്തിന്റെ ആന്തരിക, നമ്മുടെ വിശ്വാസത്തിൽ എന്ത് ചെയ്യുന്നു? ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിൽക്കുന്നു, അതിന്റെ ആന്തരിക ചൈതന്യം അപ്പാടെ നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ആന്തരിക ചൈതന്യം ഒന്നായ മനുഷ്യവർഗത്തെ കാണുകയും പരമാധികാരിയായ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ വളരെ പരാജയപ്പെട്ടു. മറിച്ച് നമ്മൾ വിഭാഗീയതയുള്ള, മുഖപക്ഷമുള്ള ഒരു ദൈവത്തെ, പത്രോസ് സ്റ്റേറ്റ്മെന്റ് തന്നെ ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യാനികളുടെ പ്രസംഗം തന്നെ ദൈവത്തിന് മുഖപക്ഷം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തുമാത്രം നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോയി എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതെല്ലാം ഇസ്ലാമിന്റെ വിജയമാണ്. ഇസ്ലാം വല്ലാതെ ക്രിസ്ത്യാനിറ്റിയെ സ്വാധീനിച്ച് ക്രിസ്ത്യാനിറ്റി അല്ലാതാക്കി മാറ്റി. അപ്പൊ അവർക്ക് വലിയ വിജയമാണ്. കാരണം അവരുടെ ഒപ്പം അവര് പറയുന്ന കാര്യങ്ങളെ റിസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി. ചെറിയ ചെറിയ വിഷയം, എന്നാൽ യേശു ദൈവമാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അതവർ വലിയ കാര്യമാക്കത്തില്ല. കാരണം അടിസ്ഥാനപരമായ മേഖലകളിൽ അവർ മേൽക്കൈ നേടി, അവർ മാറ്റിമറിച്ചു കളഞ്ഞു. ഇതാണ് നമ്മൾ ഈ ഇന്ന് കണ്ട സംവാദത്തിൽ നമ്മൾ കാണുന്നത്. ഇസ്ലാമിക് താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലും അറിയാതെ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്യാണ്? കുഴലൂതുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ക്രിസ്തീയ ദൈവശാസ്ത്രം അത് പ്രോഗ്രസീവാണ്, അത് ഡൈനമിക് ആണ്, അത് ഇവോൾവിങ് ആണ്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് ഓൺ ഗോയിങ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കുകയും, നിശ്ചയമായിട്ടും സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ട്രഡീഷൻസ് നമ്മുടെ ഫൗണ്ടേഷനാണ്. അങ്ങനെ സ്ക്രിപ്റ്റേഴ്സിനെ വായിക്കുമ്പോൾ ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോൺടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ് റെലവൻസ് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇത് നമ്മൾക്ക് ഈ ടെക്സ്റ്റും പ്രീ ടെക്സ്റ്റും കോൺടെക്സ്റ്റും മനസ്സിലാക്കി തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പ്രേക്ഷകനോട് അല്ലെങ്കിൽ ഇന്നത്തെ വായനക്കാരനോട് അതെങ്ങനെ സംവദിക്കുന്നു, ഇന്നത്തെ വായനക്കാരനോട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം ഇന്നത്തെ ഭൗതിക ലോകത്ത്, ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ, ഇന്നത്തെ വ്യക്തിബന്ധങ്ങളിൽ, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിൽ ഒക്കെ ഏത് തരത്തിൽ എന്ത് പ്രസക്തിയാണ് ആ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിന് ഉള്ളത്, അത് നമ്മൾ പരിഗണിക്കണം. അപ്പൊ ഈ ഓഡിയൻസ് റെലവൻസും പരിഗണിച്ചിട്ട് വേണം നമ്മൾ ദൈവശാസ്ത്രത്തെ രൂപപ്പെടുത്തുവാൻ. അപ്പൊ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൈവശാസ്ത്ര പഠനവും നമ്മുടെ തിരുവെഴുത്തുകളുടെ പഠനവും വ്യാഖ്യാനവും ദർശനവും ലോകവീക്ഷണവും എല്ലാം ഈ ഒരു മാനദണ്ഡങ്ങളെ പാലിച്ചുകൊണ്ട് വേണമായിരിക്കാൻ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അത് ആഘോഷിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. May God bless you. Thank you.